നമ്മുടെ മുരിങ്ങയ്ക്ക കറി ഈ രീതിയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ആദ്യം തന്നെ നമുക്ക് വേണ്ടിയത് 3-4 മീഡിയം മുരിങ്ങയ്ക്കയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അധികം മുറ്റാത്ത മുരിങ്ങയ്ക്കയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടിയത് 3-4 കുഞ്ഞുള്ളി. അതിന് പകരം ഇപ്പം ഞങ്ങളുടെ കയ്യിൽ കുഞ്ഞുള്ളി ഉണ്ടായിരുന്നില്ല, അപ്പം ഞാൻ സാധാ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്, സവാളയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ കുഞ്ഞുള്ളി ഉപയോഗിച്ചാൽ അത്രയും കൂടെ ടേസ്റ്റാണ്. പിന്നെ കുറച്ച് പച്ചമുളക്, 3-4 പച്ചമുളക് കീറിയത്, 3 വെളുത്തുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇതിനെല്ലാം കൂടി നമുക്ക് നമ്മുടെ മുരിങ്ങയ്ക്കയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മിക്സിലേക്ക് കുറച്ച് ലേശം വെള്ളം, 1 ഗ്ലാസ് വെള്ളവും ചേർത്തിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമ്മുടെ മുരിങ്ങയ്ക്ക് അവിടെ കിടന്നൊന്ന് വേവുമ്പോഴത്തേക്കും നമുക്ക് 1 കപ്പ് തൈരും അല്ലെങ്കിൽ മോര്, പിന്നെ 1 കപ്പ് 1/4 പാല്, അതായത് തേങ്ങാപ്പാൽ റെഡിയാക്കി വെക്കാം. ഇനി നമ്മുടെ മുരിങ്ങയ്ക്ക ഒന്ന് വെന്ത് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് 1/2 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന 1/4 പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് കിടന്നൊന്ന് തിളയ്ക്കണം. ഇനി നമ്മുടെ മുരിങ്ങയ്ക്ക തേങ്ങാപ്പാൽ മിക്സ് അവിടെ ഇരുന്നൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ കടുക് പൊട്ടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുക്കുക, ലേശം വെളിച്ചെണ്ണ എടുക്കുക, അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും കുറച്ച് വറ്റൽ മുളകും ലേശം ഉള്ളി, നിങ്ങളുടെ കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ കുഞ്ഞുള്ളി തന്നെ ആഡ് ചെയ്യുക, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് അതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിന് ശേഷം അതിനെ നമ്മുടെ തേങ്ങാപ്പാൽ മുരിങ്ങയ്ക്ക മിക്സിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ ഈ മിക്സ് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തൈര് അല്ലെങ്കിൽ മോര് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഒരുപാടിട്ട് തിളപ്പിക്കേണ്ട കാര്യമില്ല, ഒന്ന് ലേശം ചൂടായി കഴിഞ്ഞാൽ നമുക്കതിനെ ഫ്ലെയിമിൽ നിന്നെടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ മുരിങ്ങയ്ക്ക കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. അടിപൊളി ഒരു സംഭവമാണ്. ഒരു പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ ഈ മുരിങ്ങയ്ക്ക കറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ വെക്കൂ. അത്രയ്ക്ക് ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയൊക്കെ സൂപ്പറാണ്. ചോറ്, ചപ്പാത്തി ഇതിൻ്റെ കൂടെയൊക്കെ അടിപൊളിയാണ്. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിന് ശേഷം ഞങ്ങളെ കമൻസൊക്കെ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു അടിപൊളി ഇഫ്താർ സ്പെഷ്യൽ എപ്പിസോഡുമായിട്ട് വരുന്നവരേക്കും നന്ദി, നമസ്കാരം.